നമസ്കാരം. നാളെ മകരം 1-ാം തീയതിയാകുന്നു. മകരം 1-ാം തീയതി തന്നെ മുപ്പട്ട ചൊവ്വ അല്ലെങ്കിൽ മകര ചൊവ്വ വരുന്നു. മറ്റ് മാസങ്ങളിലെ മുപ്പട്ട ചൊവ്വ അഥവാ ആദ്യ ചൊവ്വാഴ്ച പോലെയല്ല മകരമാസത്തിലെ ആദ്യ ചൊവ്വ. ഭദ്രകാളി ദേവിക്കായി സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയുവാൻ സാധിക്കുന്ന കാര്യമാണ്. നാം എവിടെ വസിച്ചാലും കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരു ദേവീക്ഷേത്രം, അതും ഭദ്രകാളി ക്ഷേത്രം കാണാവുന്നതാണ്. കാലത്തെ ഭദ്രമാക്കുന്ന ദേവതയാണ് ഭദ്രകാളി. ഇതിനാൽ തന്നെ ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഒരു വ്യക്തിക്ക് അനിവാര്യമായി മാറുന്നതാണ്. ദേവിയുടെ ശക്തി ഭൂമിയിൽ ഏറ്റവും അധികം നാം അനുഭവിക്കുന്ന ദിവ്യ മുഹൂർത്തം നാളെയാണ്. നാളെ തന്നെയാണ് തൈപ്പൊങ്കൽ വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഉമാമഹേശ്വര പ്രീതിയോടെ നാം ഒരു മകരമാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ദിനം ഓരോ വിശ്വാസിയും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഏവരും നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. നാളെ തൈപ്പൊങ്കലാണ്. ഈ ദിവസം സൂര്യദേവന്റെ ആരാധനയാണ് പ്രധാനം. എല്ലാ മംഗള കാര്യങ്ങളും തൈമാസം വന്നാൽ ഫലപ്രാപ്തിയിൽ വരും എന്നാണ് വിശ്വാസം. കൊയ്ത്ത് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നും വിശ്വസിക്കപ്പെടുന്നതാകുന്നു. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന പൂക്കൾ, ഫലങ്ങൾ, കായ്ക്കറികൾ, പുത്തരി, കരിമ്പ്, മഞ്ഞൾ, ശർക്കര, പാൽ എന്നിവ പൊങ്കൽ ആഘോഷത്തിൽ വളരെ പ്രധാനമാണ്. പുത്തരി കൊണ്ട് പൊങ്കൽ തയ്യാറാക്കുന്നത്, കൃഷിപ്പണി കഴിഞ്ഞ് വീടെല്ലാം തൂത്തുവാരി വെള്ളപൂശി കാവിയും അരിമാവും കൊണ്ട് അണിയിച്ചൊരുക്കി മുറ്റത്ത് കാപ്പുകെട്ടൽ നടത്തുന്നതാകുന്നു. തുമ്പ പോലെ പവിത്രമായ സസ്യം കൊണ്ടാണ് കാപ്പുകെട്ടൽ. ഒരുക്കിയ പൊങ്കൽ മുറ്റത്ത് പുത്തൻ മൺപാത്രത്തിൽ മാവ് കൊണ്ടണിഞ്ഞ് അടുപ്പ് തയ്യാറാക്കും. തൈമാസം 1-ാം തീയതി ഉദയത്തിന് ശേഷം സ്ത്രീകൾ കുളിച്ച് അണിഞ്ഞൊരുങ്ങി പൊങ്കൽ വയ്ക്കുന്നതുമാണ്. 2-ാം ദിവസം മാട്ടുപൊങ്കലാണ്. തൊഴുത്ത് വൃത്തിയാക്കി കന്നുകാലികളെ കുളിപ്പിച്ച് ഉരുക്കി മഞ്ഞൾ, കുങ്കുമം എന്നിവ ചാർത്തി കഴുത്തിൽ മാലയണിയിച്ചും പൂജിക്കുന്നതാകുന്നു. പൊങ്കലൊരുക്കി പച്ചക്കറി പാചകം ചെയ്ത് ഫലങ്ങൾ, കരിമ്പ്, ശർക്കര എന്നിവ കളത്തിൽ വച്ച് പൂജിക്കുന്നതാകുന്നു. 3-ാം ദിവസം പൂപ്പൊങ്കൽ ആണ്. യുവതികൾ പുതുവസ്ത്രമണിഞ്ഞ് ഒരുങ്ങി താലത്തിൽ പൂവും ചാണക ഉരുളകളും പൊരി, ഫലങ്ങൾ എന്നിവയുമായി പുഴക്കരയിലേക്ക് പോയി പൂജിച്ച് അവ പുഴയിലേക്ക് ഒഴുക്കുന്നു. പോകുന്ന വഴിക്ക് നാടൻ പാട്ടുകളും പാടും. ചിലർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആശംസകളും സമ്മാനങ്ങളും കൈമാറിയാണ് മടങ്ങുക. ഇതിനാൽ നാളെ പൊങ്കൽ ആഘോഷിക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ ആഘോഷിക്കുന്നില്ല എങ്കിൽ പോലും അതിരാവിലെ സൂര്യഭഗവാനെ വണങ്ങി ഓം സൂര്യായ നമഃ എന്ന് 3 തവണ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിരാവിലെ തന്നെ ചെയ്യണം. ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ്. ആരോഗ്യം, ഭാഗ്യം, സന്തോഷം എന്നിവ ആ വീടുകളിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ നാളെ മകരം 1-ഉം മകരച്ചൊവ്വയും കൂടി വരുന്നു എന്നതിനാൽ തന്നെ അത്യപൂർവമായ ദിവസമായി തന്നെ മാറുന്നതുമാണ്. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അപൂർവമായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. ഭദ്രകാളി ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരച്ചൊവ്വ. മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വ ആദ്യത്തെ ചൊവ്വ എന്ന് പരാമർശിക്കാം. മകരച്ചൊവ്വയായി ഈ ദിവസമാണ് ആചരിക്കുന്നത്. കേരളത്തിലെ ഒട്ടേറെ ദേവീ ക്ഷേത്രങ്ങളിൽ മകരച്ചൊവ്വ ഉത്സവ ദിനമായി ആചരിക്കുന്നതുമാണ്. ദേവാരാധനയിൽ പ്രധാനമായ ഉത്തരായണ പുണ്യകാലം ആരംഭിക്കുന്നത് മകര സംക്രമണത്തോടെയാണ്. ചൊവ്വാഴ്ചയാകട്ടെ ഭദ്രകാളി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസവുമാകുന്നു. അതുകൊണ്ട് മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയ്ക്ക് പ്രാധാന്യം ഏറുന്നതുമാണ്. ഈ ദിവസം ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നതും ഐശ്വര്യപ്രദവും ദോഷനാശകവുമാണ്. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ദേവി സാധിച്ച് തരികയും ചെയ്യും. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ്.
മകരം യുഗ്മരാശിയിലായതിനാൽ ഭദ്രകാളി പ്രീതികരമാണ്. ഈ ദിനത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്താറുമുണ്ട്. അന്നേ ദിവസം ഭക്തിയോടെ ഭദ്രകാളി ക്ഷേത്ര ദർശനവും കടുംപായസ വഴിപാട് സമർപ്പണവും കുടുംബ ഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് പറയുക. നാളെ അതിനാൽ പ്രധാനമായും 3 കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം 2 നേരം വിളക്ക് നിർബന്ധമായും തെളിയിക്കണം എന്നുള്ളതാണ്. സൂര്യാസ്തമനത്തിന് മുൻപായും സൂര്യോദയത്തിന് മുൻപായും നിങ്ങൾ ഈ കാര്യം ചെയ്യുക. ബ്രാഹ്മമുഹൂർത്തത്തിലാണ് എങ്കിൽ അതീവ ശുഭകരം. ബ്രാഹ്മമുഹൂർത്തത്തിലെ സമയത്തെക്കുറിച്ച് പരാമർശിക്കാം. വെളുപ്പിന് 5:08 മുതൽ വെളുപ്പിന് 5:56 വരെയാണ് നാളെ ബ്രാഹ്മമുഹൂർത്തം വരുന്നത്. സമയം പ്രത്യേകം ഓർക്കുക. ഈ സമയം 5 തിരിയിട്ട ഭദ്രദീപം, അതും നെയ്വിളക്കാണ് എങ്കിൽ തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 6 മണി മുതൽ 6:30 വരെയുള്ള സമയത്ത് തന്നെ വിളക്ക് തെളിയിക്കണം. അതായത് ഈ സമയത്തിനുള്ളിൽ തന്നെ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 6 മണിക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കാത്തവരാണ് എങ്കിൽ 6:30-ക്കുള്ളിലായി നിർബന്ധമായും തെളിയിക്കുവാൻ ശ്രമിക്കണം. ദേവിയുടെ അനുഗ്രഹം ഈ സമയം നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ, തരണം ചെയ്യുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വൈകുന്നേരം പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര അല്ലെങ്കിൽ ശർക്കര പായസം ദേവിക്ക് നിവേദിക്കുക. സർവ ഐശ്വര്യപ്രദമായ ഫലമാണ് വന്നു ചേരുക. ചുവന്ന പൂക്കളാണ് എങ്കിലും ദേവിക്ക് സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ലളിത സഹസ്രനാമ പാരായണം ചെയ്യുകയാണ് എങ്കിൽ സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് പാരായണം ചൊല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുന്നതും അതീവ ശുഭകരമാകുന്നു. ഇതിലും വലിയ ഭാഗ്യം മറ്റൊന്നില്ല എന്നാണ് പറയുക. അത്രമേൽ സൗഭാഗ്യവും ഐശ്വര്യവും അമ്മ നിങ്ങൾക്ക് നൽകും. അമ്മ നിങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അത്രമേൽ വിശേഷമാണ്. കൂടാതെ നാളെ 2 ക്ഷേത്രങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതിൽ ആദ്യത്തേതായ ക്ഷേത്രം ഗ്രാമദേവതാ ക്ഷേത്രമാണ്. തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. ഏറ്റവും വിശേഷമാണ്. രണ്ടാമത്തെ ക്ഷേത്രം അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾ ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ഇന്നേ ദിവസം പ്രത്യേകിച്ചും പായസ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. കടും പായസ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ അമ്മയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇന്നേ ദിവസം തന്നെ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് ദർശനം നടത്തി സീട്ടാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്ന വഴിപാടുകളാണ് എങ്കിലും നാളെ നടത്തുന്നത് അതീവ വിശേഷമാണ്. ആദ്യത്തെ വഴിപാട് മുൻപ് പരാമർശിച്ച കടുംപായസ വഴിപാടാണ്. കാര്യവിജയമാണ് ഫലമായി വന്നു ചേരുക. പുഷ്പാഭിഷേകം ഐശ്വര്യവർദ്ധനവിനും സഹസ്രനാമാർച്ചന കാര്യവിജയവും കർമ്മ ലാഭവും നേടിത്തരുന്നതിനും, ഭാഗ്യസൂക്താർച്ചന ഭാഗ്യവർദ്ധനവിനും, അഷ്ടോത്തരാർച്ചന തടസ്സ നിവാരണങ്ങൾക്കും, ചുവന്ന പട്ട് തടസ്സ നിവാരണങ്ങൾ വന്നു ചേരുവാനും ശുഭകരമാണ്. കരിക്കഭിഷേകമാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് രോഗശാന്തി വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മഞ്ഞൾ അഭിഷേകം കുടുംബ ഭദ്രതയ്ക്കും, ചാന്താട്ടം ശത്രുദോഷ ശാന്തിക്കും, കുങ്കുമാഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്കും പ്രേമ സാഫല്യത്തിനും ഉത്തമമാകുന്നു. കുങ്കുമാർച്ചയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യസിദ്ധി ഫലമായി ലഭിക്കും. പനിനീരഭിഷേകമാണ് എങ്കിൽ കർമ്മ വിജയമാണ് വന്നു ചേരുക. കളഭച്ചാർത്ത് ധനാഭിവൃദ്ധിക്കും, കാളീസൂക്തം ശത്രുദോഷം മാറുവാനും, പട്ടും താലിയും വിവാഹവും ദാമ്പത്യ ഭദ്രതയും വന്നു ചേരുവാനും സഹായകരമാണ്. കൂടാതെ ചെമ്പരത്തിമാല ദൃഷ്ടിദോഷം മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദൃഷ്ടിദോഷ മോചനം നൽകി അനുഗ്രഹിക്കുന്നതാകുന്നു. എണ്ണ അഭിഷേകമാണ് എങ്കിൽ രോഗശാന്തിയാണ് ഫലമായി വന്നു ചേരുക. രക്തപുഷ്പാഞ്ജലി ദുരിത മോചനങ്ങൾക്കും, ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണത്തിനും, പൂമൂടൽ ദുരിതശാന്തിയുമാണ് ഫലമായി വന്നു ചേരുക. തീർച്ചയായും ഞാൻ ഈ പരാമർശിച്ച വഴിപാടുകളിൽ
ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും നാളെ നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ കടും പായസം തന്നെ നടത്തുക. സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. മൂന്നാമത്തെ കാര്യമായി പരാമർശിക്കുന്നത് ദേവിയുടെ ചിത്രം വീടുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ദേവിയുടെ ചിത്രം, അത് ശാന്തമായി ഇരിക്കുന്ന ചിത്രം തന്നെ വീടുകളിൽ കൊണ്ടുവരിക. ചിരിക്കുന്ന ചിത്രമാണ് എങ്കിൽ കൂടുതൽ ഉത്തമമായി പരാമർശിക്കാവുന്നതാണ്. വലിയ ചിത്രം തന്നെ ആകണം എന്നില്ല, ചെറിയ ചിത്രമാണ് എങ്കിലും ഉത്തമമാകുന്നു. ഒരു തവണയെങ്കിലും ദേവിയുടെ വിശേഷപ്പെട്ടതായ നാമം നിങ്ങൾ പറയുക. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ദേവിയുടെ നാമങ്ങൾ ചൊല്ലുക. തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും എന്ന സങ്കല്പത്തിൽ തന്നെ ഈ നാമം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്ക് തെളിയിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സാഹചര്യത്തിൽ ക്ഷേത്രത്തിലിരുന്നും ഈ നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. സർവ ഐശ്വര്യപ്രദമാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്നാണ്. ദേവി പ്രീതിക്കായി നാളെ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ തന്നെ ചെയ്യുക.